വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും വാഗ്ദത്ത സന്തതിയെ പ്രാപിച്ച് ജാതികളുടെ മാതാവായി തീർന്നു. മിരിയാം, തന്റെ സഹോദരന്റെ സംരക്ഷകയായിരുന്ന മിരിയാം മോശ മുഖാന്തരം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിക്കുക മാത്രമല്ല, ചെങ്കടലിൽ കൂടി കടക്കുകയും തങ്ങളെ പീഡിപ്പിച്ച ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട ദൈവത്തെ അക്കരെ കടന്ന മിരിയാം കൂട്ടരും തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇസ്രായേലിന്റെ നന്മ മിദ്യാന്റെ രാജ്യം നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗിദെയോൻ ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ശക്കലിൽ ഇരികെ വെച്ച് മെതിച്ചോണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാനെ തോൽപ്പിക്കും. അപ്രകാരം ദൈവശബ്ദത്തിന് മുൻപിൽ അവനെ തന്നെ ഒരുക്കിയെടുത്തു. ദൈവാലോചന പ്രകാരം 300 പേരെ യുദ്ധത്തിനായി തിരഞ്ഞെടുത്തു. ഓരോരുത്തർക്കും ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. ദൈവത്തിന്റെ അരുളപ്പാട് പോലെ 300 പേരെ കൊണ്ട് മാത്രം യുദ്ധം ചെയ്ത ഇസ്രായേലിന് വലിയ വിജയം നൽകിയതായ ഗിദെയോൻ പരാക്രമശാലിയും വിശ്വാസവീരനുമായിരുന്നു. മോശയുടെ ജനന സമയത്ത് മിസ്രൈമിൽ ഫറവോന്റെ കൽപ്പന പ്രകാരം എബ്രായ ആൺകുട്ടികളെ ഒക്കെയും നശിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ജനിക്കപ്പെട്ടുവെങ്കിലും ദൈവത്താൽ പ്രത്യേക സംരക്ഷണം പ്രാപിച്ചും കൊട്ടാരത്തിൽ വളർന്ന മോശ തന്റെ സഹോദരന്മാരായ എബ്രായരെ അധികം സ്നേഹിച്ചിരുന്നു. അത് നിമിത്തം തനിക്ക് 40 വർഷക്കാലം പ്രതിസന്ധി കടന്നുവെങ്കിലും ദൈവം നേരിട്ട് മുൾപടപ്പിൽ ദൈവശബ്ദം കേട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ദൈവം തെരഞ്ഞെടുത്ത ഭൂതലത്തിൽ അതിസൗമ്യൻ എന്ന് ദൈവം വിശേഷിപ്പിച്ച ദൈവഭക്തൻ മോശ. ശലോമോൻ രാജാവ് തന്റെ പിതാവായ ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇസ്രായേലിന്റെ രാജാവായി ദൈവത്തിന്റെ ജനത്തെ ഫലിപ്പാനുള്ള ജ്ഞാനവും കഴിവും മാത്രം ബലമായി ദൈവത്തോട് ചോദിച്ചവൻ ജ്ഞാനികളുടെ ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെടുവാൻ ഇടയായി. എസ്തർ തന്നെ വളർത്തിയ യഹൂദനായ തന്റെ ചിറ്റപ്പനായ മൊർദെഖായി പറഞ്ഞതനുസരിക്കുകയും തന്റെ ജനത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച ഹാമാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ തന്റെ ഉപവാസം കൊണ്ട് സമർപ്പണം കൊണ്ടും സാധിച്ചെടുത്തവൾ എസ്തർ. പലപ്പോഴും അവളെ മുഷിപ്പിച്ചു. അവളെ പരിഹസിച്ച സമയത്ത് അവൾ ദേവാലയത്തിൽ കടന്നുപോയി മനോവസനത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് നൽകിയ ഒരു പുരുഷ സന്തതിയായ ശമൂവേലിനെ കർത്താവിന് വേണ്ടി ആലയത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ഭക്ത വനിതയായ ഹന്ന. സീസറയോട് യുദ്ധം ചെയ്യുവാൻ ദെബോരയും ബാരാക്കും കൂടെ പോയപ്പോൾ ദെബോരയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഇന്ന് സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്രകാരം യുദ്ധത്തിൽ പരാജയപ്പെട്ട് സീസറ രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി രക്ഷയ്ക്കായി യായേലിന്റെ കൂടാരത്തിൽ കയറി. തദവസരത്തിൽ വിവേകത്തോട് പെരുമാറി സീസറയെ തകർത്ത യായേൽ അവൾ നാരിഗ്രഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു.
വിശ്വാസത്താൽ ലഭിച്ച തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിക്കുവാൻ പിതാവായ ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ടു. ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഫലമായി തക്ക സമയത്ത് ദൈവശബ്ദം കേട്ട് തന്റെ മകനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനെ പോലെ തിരികെ ലഭിക്കാനിടയായി. ഇസഹാക്ക് കർത്താവായ യേശുക്രിസ്തുവിന് നിഴലായി. തന്റെ പിതാവായ അബ്രഹാമിനെ പൂർണ്ണമായി അനുസരിക്കുന്നവനായി വളർന്ന ഇസഹാക്ക് പിന്നീട് ദൈവിക നന്മകൾ നൂറുമേനി അനുഭവിപ്പാൻ ഇടയായി തീർന്നു. വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച ജാതീയ സ്ത്രീ രൂത്ത്, മരുമകളെ സ്വന്തം മകളെ പോലെ കരുതിയ അമ്മ നവോമി. ലേവ്യ ഗോത്രത്തിൽ അമ്രാമിന്റെ ഭാര്യയായ യോഖേബെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായി ദൈവം നിയോഗിച്ച മോശയുടെ മാതാവ്. മോശ ജനിച്ച സന്ദർഭത്തിൽ വളരെ പ്രതിസന്ധിയുടെ നടുവിലും അവനെ പ്രത്യേകമായി കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കിയെടുത്ത ഒരു ഭക്ത വനിതയായിരുന്നു യോഖേബെ. ഒറ്റപ്പെട്ടവനായി ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടനായ ദാവീദ് ഒറ്റക്കല്ലുകൊണ്ട് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി ഇസ്രായേലിനെ രക്ഷിക്കുകയും ഇസ്രായേലിനെ രണ്ടാമത്തെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മുതൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചും പ്രവാസത്തിൽ കടന്നു പോയപ്പോഴും അവിടെയും ഭക്തിയോടെയും വിശുദ്ധിയോടെയും ജീവിച്ച ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടിട്ടും ദൈവം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ ഏതു പ്രതിസന്ധിയുടെ നടുവിലും പതിവ് പോലെ കർത്താവിന്റെ സന്നിധിയിൽ 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരനായിരുന്നു ദാനിയേൽ. പിന്നീട് ദർശനത്തിൽ കൂടി ഭാവി കാലത്തെ കുറിച്ച് ദർശനം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ദൈവഭക്തൻ ദാനിയേൽ. ഇസ്രായേലിനെ 40 വർഷം ന്യായപാലനം ചെയ്ത ഏക വനിതാരത്നം, ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക ദെബോര. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിവിടെ അവതരിപ്പിച്ച വിശുദ്ധ വേദപുസ്തകത്തിലെ വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട വിശുദ്ധന്മാരെയും യഹോവ ഭക്തിയുള്ള സ്ത്രീകളെയുമാണ്. അവർ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രചോദനം തന്നെയാണ്. ഇവർ മാത്രമല്ല, ഇനിയും ഒട്ടനവധി വിശുദ്ധന്മാരെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ എബ്രായർ 12 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.